എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വേദ തരുണിൻ്റെയും അമ്മയുടെയും കൂടെ നാട്ടിലോട്ട് വരാനായിട്ട് തരുണിൻ്റെ അമ്മ സേതുലക്ഷ്മി നിർബന്ധിക്കുകയാണ്. കാരണം അവിടെ ഡൽഹി നഗരത്തിൽ നിന്ന് കഴിഞ്ഞാൽ തരുണും തരുണിൻ്റെ അമ്മയും നാട്ടിലോട്ട് വരുന്ന സമയത്ത് വേദയെ ശ്രീകാന്ത് അയച്ച ഗുണ്ടകളും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് സേതുലക്ഷ്മി മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ രാധികയുടെ കുഞ്ഞ് മരിച്ചുപോയ കാര്യം തരുണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. ഡെലിവറി കഴിഞ്ഞ് രാധിക പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് സേതുലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്നത് വേദയുടെ കുഞ്ഞാണ്. അങ്ങനെ കുഞ്ഞുമായിട്ട് പുറത്തു വരുമ്പോൾ അറിയുന്നത് സേതുലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് രാധികയുടെ കുഞ്ഞാണെന്നാണ് നമ്മുടെ തരുൺ വിചാരിച്ചിരിക്കുന്നത്. അതിനുശേഷം വേദയും സ്വന്തം കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു കള്ളം അവിടെ സത്യമാക്കുകയാണ്. സ്വന്തം കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ശ്രീകാന്തോ അയാളുടെ ഗുണ്ടകളോ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു അകാരണമായ ഭയം വേദയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സേതുലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട്, അമ്മ എന്നെ രക്ഷിക്കണം, ഈ ഒരു സമയത്ത് എൻ്റെ കുഞ്ഞിനെ മറ്റെവിടെയും സുരക്ഷിതമായിട്ട് നിർത്താൻ കഴിയില്ല, ഈ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് മാത്രമേ എൻ്റെ മോളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ വേദയുടെ ആവശ്യപ്രകാരം അങ്ങനെ ഒരു കള്ളം തരുണിൻ്റെ അടുത്ത് സേതുലക്ഷ്മി പറയുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞിനെ മാത്രമായിട്ട് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിനൊക്കെ വേദ അത്യാവശ്യമായിരുന്നു. അതുപോലെ തന്നെ വേദയെ കൂടി നാട്ടിലോട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ ആ കാര്യം തരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും തരുൺ അതിന് സമ്മതം കൊടുക്കുന്നില്ല. തരുൺ പറയും, വേണ്ട, നമ്മൾ നാട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് രാധികയ്ക്ക് ഒട്ടും ഈ നാട് ഇഷ്ടമല്ലായിരുന്നു. അവൾ എൻ്റെ കൂടില്ല, പക്ഷേ അവളുടെ പ്രാണനായ എൻ്റെ മോൾ എൻ്റെ കൂടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറയും. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, മോനെ, ഈ ഒരു സമയത്ത് ആ പെൺകുട്ടിയെ നമ്മൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് ശരിയല്ല. അവൾക്ക് ഒരുപാട് അപകടങ്ങൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ കുഞ്ഞ് മരിച്ചു പോയതാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ആ കുട്ടി ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെയാണ് പോകുന്നത്? പിന്നെ നമ്മളുടെ മോളെ ഫീഡ് ചെയ്യാനൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേദ ആവശ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തരുൺ പറയും, അമ്മേ, ഇതൊന്നും ശരിയാവത്തില്ല, നാളെ ഇതൊക്കെ വലിയ പ്രശ്നമാകുമെന്ന് പറയും. ഒരു പ്രശ്നവുമില്ല മോൻ സമ്മതിക്കണമെന്ന് പറയും. നിൻ്റെ കുഞ്ഞിനും കൂടി വേണ്ടി ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് പറയും. അങ്ങനെ തരുണിന് വലിയ താല്പര്യമില്ലാഞ്ഞിട്ടും അമ്മയുടെ സമ്മതപ്രകാരം വേദയെ നാട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് തരുണിൻ്റെ അമ്മയ്ക്ക് അറിയാമല്ലോ വേദയുടെ കുഞ്ഞാണെന്നുള്ളത്. അങ്ങനെ അവരെല്ലാവരും നാട്ടിലെത്തുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ വരുന്നതിന് ശേഷം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേദയാണ്. പക്ഷേ അതൊന്നും തരുൺ ഇഷ്ടപ്പെടുന്നില്ല. വേദ ഫീഡ് ചെയ്യുന്നത് പോലും തരുൺ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ പോലും അമ്മ പറയുന്നതുകൊണ്ട് മാത്രമാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞുമായിട്ട് കൂടുതൽ സമയം തരുൺ ചിലവഴിക്കുകയാണ്. കാരണം സ്വന്തം കുഞ്ഞാന്നുള്ളൊരു രീതിയിലാണ് അതേ രീതിയിൽ പെരുമാറുന്നത്. പക്ഷേ സത്യം അറിയത്തില്ല. ആ സമയത്തൊക്കെ വേദയ്ക്ക് നല്ല ടെൻഷനുണ്ട്. താൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ തെറ്റായിപ്പോയോ, ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് കിട്ടത്തില്ലയോ? കാരണം അതിന് മുമ്പും സേതുലക്ഷ്മി പറയുന്നുണ്ട്, മോളെ ഇങ്ങനൊരു കള്ളം പറഞ്ഞാൽ ഒരുപക്ഷെ പിന്നെ ആ കുഞ്ഞിൽ നിന്ന് അവനെ വേർപെടുത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയും. പക്ഷേ വേദ ആ സമയത്തുള്ള തൻ്റെ കുഞ്ഞിൻ്റെ രക്ഷയെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്തും ഒക്കെ ഡൽഹി മൊത്തം അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദയുടെ കൂടെ ഉണ്ടായിരുന്ന ശ്വേത എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്വേത ഡൽഹി നഗരം ഉപേക്ഷിച്ച് ബാംഗ്ലൂരിലോട്ട് പോയ കാര്യം അവരാരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേദയെ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗവും അവിടെ അടയുകയാണ്. അതിനുശേഷം അവർ തിരിച്ച് നാട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയം തന്നെ നമ്മുടെ വേദ തരുണിൻ്റെ കൂടെ ആ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ എല്ലാവരും കരുതുന്നത് തരുണിൻ്റെ വൈഫാണത്. കുഞ്ഞുമായിട്ട് അവിടെ താമസിക്കാമെന്നുള്ള കാര്യമാണ് എല്ലാവരും പുറമേ കരുതുന്നത്. കാരണം സത്യം ആർക്കും അറിയത്തില്ല. അങ്ങനെ കുഞ്ഞിൻ്റെ പേരിടിയിലും മറ്റ് ചടങ്ങുകളും ഒക്കെ വരുന്നുണ്ട്. ആ സമയത്തും കുഞ്ഞിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയും എല്ലാ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് തരുണാണ്. കാരണം വേദയ്ക്ക് അതിലൊന്നും ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവാൻ പറ്റത്തില്ലായിരുന്നു. കാരണം തൻ്റെ കുഞ്ഞല്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ബന്ധുക്കളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം സേതുലക്ഷ്മി വേദയുടെ കുഞ്ഞിനെ സ്വന്തം കയ്യിൽ തന്നെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം തരുൺ വരുന്ന സമയത്ത് മോളെ കാണത്തില്ല. അങ്ങനെ വേദ കുഞ്ഞുമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് തരുൺ പറയും, എന്തിനാ അമ്മ എപ്പോഴും കുഞ്ഞിനെ അവരുടെ കൈ കൊടുത്തേക്കുന്നത്? അവരുടെ കുഞ്ഞ് മരിച്ചു പോയതല്ലേ, നമ്മുടെ കുഞ്ഞിനെ എപ്പോഴും അവർ എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കുഞ്ഞ് അവരുടേതായി മാറും എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല, അത് കുഞ്ഞു പ്രായമില്ല, അതുകൊണ്ടാണ് വേദ അത്രയും കെയർ ചെയ്യുന്നതുകൊണ്ടാണ് മോനെ നമ്മുടെ കുഞ്ഞിനെ ഇപ്പോഴെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിലുള്ളൊരു കുഞ്ഞിനെ അമ്മയില്ലാതെ വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയും. അതിനുശേഷം സേതുലക്ഷ്മി പറയും, മോളെ, അവന് ഭയങ്കര ടെൻഷനുണ്ട്, കുഞ്ഞും നീയുമായിട്ട് കൂടുതൽ അടുക്കുന്ന കാര്യത്തിൽ സത്യം പറയാനും പറ്റത്തില്ല, നമുക്ക് സത്യം എല്ലാം അവരോട് തുറന്നു പറയാമെന്ന് സേതുലക്ഷ്മി പറയുമ്പം വേദ പറയും, നമ്മളിപ്പോൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റത്തില്ല അമ്മേ, എന്തായാലും കുറച്ച് കഴിയട്ടെന്നൊക്കെ വേദ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും സത്യം നമുക്ക് തരുൺ സാറിനെ അറിയിപ്പിക്കാമെന്ന് പറയുന്നു. ഇതേ സമയം തന്നെയാണ് നമ്മുടെ വിക്രത്തിന് ജയിലിലും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. വിക്രം
ജയിലിനകത്ത് വെച്ചും വിക്രത്തിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. വിക്രത്തിനെ കൊല്ലാൻ വേണ്ടി ജയിലിനകത്ത് ഉള്ള 2-3 പേരെ തന്നെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പൈസ എല്ലാം കൊടുത്തിട്ട് പോലീസിൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ അത് ആൻഡ്രൂസ് എന്ന് പറയുന്ന ജയിലർ അറിയുന്നില്ല. അവിടെ വെച്ച് അപകടം നടത്തുന്നുണ്ട്. പക്ഷേ ആ സമയത്തും ആൻഡ്രൂസാണ് വിക്രത്തെ രക്ഷപ്പെടുത്തുന്നത്. വിക്രത്തിനെ അവർ ഇഞ്ച പരുവാക്കി തല്ലി ചതയ്ക്കുകയാണ്. അതറിയുന്ന ആൻഡ്രൂസ് അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുന്ന സമയത്ത് പറയും, എനിക്കിവനെ ജയിലാവുന്നതിന് മുമ്പ് തന്നെ അറിയാം. അന്ന് തൊട്ടേ ഞാൻ ഇവനെ നോക്കി നടന്നതായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് അവനെ ഒത്തു കൈ കിട്ടിയത്. അന്നത്തെ പ്രതികാരം വീട്ടിയതാണ്. അല്ല നീ മനഃപൂർവ്വം ഇവനെ അപകടപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്തേയില്ല. അല്ല സാറേ, എനിക്കിവനോട് വ്യക്തിവൈരാഗ്യം ഉള്ളത് തന്നെ, അല്ലാതെ ആരും എന്നെ കാശ് തന്ന് ഇവനെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തതൊന്നുമല്ല. പക്ഷേ അവനെ പൈസ കൊടുത്ത് വിക്രത്തിനെ കൊല്ലാൻ വേണ്ടി പറയുന്നത് ശ്രീകാന്താണ്. പക്ഷേ ആ കാര്യം അവൻ പുറത്ത് പറയത്തില്ല. അങ്ങനെ ജയിലിനകത്തും പല അപകടങ്ങളും വിക്രത്തിന് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെയും വേദയുടെയും ജീവിതം ഒരു നിർണായക വഴിത്തിരിവിലൂടെയാണ് കടന്നു പോകുന്നത്. വിക്രം ജയിലിലും വേദ നാട്ടിലും ഉണ്ട്. പക്ഷേ സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനെ ഏൽപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് വേദയ്ക്ക്. കുഞ്ഞിൻ്റെ അച്ഛനെ നേരിട്ട് കാണണമെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ സത്യങ്ങളെല്ലാം തരുണിനോട് തുറന്ന് പറയണം. തുറന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ വേദയ്ക്ക് വിക്രത്തിനെ രക്ഷിക്കാനുള്ളൊരു ചെറിയൊരു വാതിലെങ്കിലും തുറന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.